ഇന്ന് കുറച്ച് ഡെപ്തുള്ളൊരു വിഷയത്തിലേക്ക് നമ്മളിന്ന് കയറുകയാണ്. നമ്മളുടെ പുറമെ ചെയ്യുന്ന പ്രാക്ടീസുകളും ഉള്ളിൽ ചെയ്യുന്ന പ്രാക്ടീസുകളും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറമേ ചെയ്യേണ്ട പ്രാക്ടീസുകൾ വരും, ഇടയ്ക്ക് അകത്ത് ചെയ്യേണ്ട പ്രാക്ടീസുകൾ വരും, അകത്ത് ചെയ്യേണ്ട പ്രാക്ടീസുകളിൽ തന്നെ ഡെപ്തുള്ള പ്രാക്ടീസുകൾ വരും. ഇന്ന് നമ്മൾ നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് സ്കില്ലിന് പ്രാക്ടീസ് കൊടുക്കുക, നമ്മുടെ മെമ്മറി എന്ന കോഗ്നിറ്റീവ് സ്കില്ലിന്. നമ്മളുടെ ഉള്ളിൽ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, തലച്ചോറിൻ്റെ ഉള്ളിൽ. ഇതിനെ നെഗറ്റീവ് ബയാസ് എന്നാണ് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിനെക്കുറിച്ച്. നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെക്കാനിസം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പിന്നിലെ നെഗറ്റിവിറ്റിയെ തേടാൻ ശ്രമിക്കുന്ന ഒരു ടെൻഡൻസിയാണ്. ഇത് ഹ്യൂമൻ ബീയിങ്ങിനുള്ളതാണ് നെഗറ്റീവ് ബയാസ്. ഇത് ഇവല്യൂഷനിലൂടെ സംഭവിച്ചതാണ്. നമ്മളൊക്കെ കാടുകളിൽ ജീവിക്കുന്ന ആദിവാസികളായി കാടുകളിൽ ജീവിച്ചിരുന്ന ഒരു കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇപ്പം തന്നെ കാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസികളെക്കുറിച്ച് ചിന്തിച്ചാലും മതി. ഒരു സൈഡിൽ ഒരാണാണെന്ന് വിചാരിക്കുക. ആ ആണിൻ്റെ അടുത്ത് ഒരു സൈഡിൽ ഒരു ആദിവാസി പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നടത്തുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷമുള്ള ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സൈഡിൽ ഒരു കടുവ ഇയാളെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് എടുത്തു ചാടാൻ വേണ്ടി നിൽക്കുന്നു. ആ മൊമെൻറ്റിൽ ഇദ്ദേഹം ഏതിലേക്കായിരിക്കും ശ്രദ്ധ കൂടുതൽ കൊടുക്കുക? പ്രണയാഭ്യർത്ഥനയിലേക്കായിരിക്കുമോ അതോ കടുവയുടെ ആക്രമണത്തിലേക്കായിരിക്കുമോ? ഒരു സൈഡിലൊരു പോസിറ്റീവ് ഒരു സൈഡിലൊരു നെഗറ്റീവ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കടുവയുടെ അറ്റാക്കിലേക്കായിരിക്കും ആ സമയത്ത് ശ്രദ്ധിക്കുക. കാരണം ജീവനുണ്ടെങ്കിലല്ലേ പിന്നെ പ്രണയമൊക്കെ ഉള്ളൂ. അപ്പോൾ ആ മൊമെൻറ്റിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടോട്ടൽ സംഭവങ്ങളിലെ നെഗറ്റീവ് സംഭവത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കും. കാരണം നെഗറ്റീവ് സംഭവം വ്യക്തിയുടെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന സംഭവമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയം കൊണ്ടാണ്. ഇതുപോലെ ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കടുവ വന്ന് ആക്രമിക്കാനൊന്നും ഇല്ല. പക്ഷേ എന്നാലും നമ്മുടെ തലച്ചോറിനകത്ത് കാടുകളിൽ ജീവിച്ച കാലത്തുണ്ടായിട്ടുള്ള അവിടെ വെച്ച് ഡെവലപ്പായിട്ടുള്ള ഒരു മെക്കാനിസമാണിത്, നെഗറ്റീവ് ബയാസ്. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ടോട്ടൽ സംഭവങ്ങളിൽ നിന്നും നെഗറ്റീവ് തിരയുവാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മളെ പൊതുവെ ശല്യപ്പെടുത്തുന്ന ഒരു സാധനമാണ്. നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നമ്മളെല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ബോധപൂർവമാണ് പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. പോസിറ്റിവിറ്റി ആപേക്ഷികമാണ്, നെഗറ്റിവിറ്റി ആപേക്ഷികമാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പോസിറ്റിവിറ്റി നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ഇനി മെമ്മറിയിലേക്ക് പോവാം. ഇതിപ്പോൾ ഫിസിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ്സിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, അതായത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ. ഇതേപോലെ നമ്മുടെ ഓർമ്മകളെ എടുത്തു നോക്കിയാലും നമ്മളുടെ ഓർമ്മകളിലെ നെഗറ്റീവ്സിനെ പോയി ചെകയാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾക്ക് ഒരാളുടെ കൂടെ ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങളും ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഒരു വ്യക്തിയുടെ കൂടെ ഒരുപാട് നല്ല സന്തോഷമുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ അടിപിടി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായ വഴക്ക് ഈ ജന്മത്തിൽ നമ്മൾ മറക്കില്ല, അങ്ങനെ മറന്നു പോവില്ല. അതിപ്പോൾ നമുക്ക് ഹർട്ട് ഉണ്ടായതാണോ ആൾക്ക് ഹർട്ട് ഉണ്ടായതാണെങ്കിലും ശരി, അതൊരു നെഗറ്റീവ് ഇൻസിഡൻ്റ് ആണ്. ആ നെഗറ്റീവ് ഇൻസിഡൻറ്റിനെ പെട്ടെന്നൊന്നും മറക്കില്ല. പോസിറ്റീവ് കുറേ ഇൻസിഡൻറ്റുകൾ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ മറക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇതാണ് നെഗറ്റീവ് ബയാസിൻ്റെ എഫക്റ്റ്. ഇതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് 100 നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എപ്പോഴും ഒരു മോശം വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ പോലും ആ ഒരു മോശം വാക്കിനെ നമ്മൾ മറക്കില്ല. ഓർമ്മ കൂടുതൽ പ്രവർത്തിക്കുക നെഗറ്റീവ്സിൻ്റെ മേലെയാണ്. അവിടെയും നെഗറ്റീവ് ബയാസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു കൗണ്ടർ ട്രെയിനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആരുടെയെങ്കിലും കൂടെ ഉണ്ടായിട്ടുള്ള, ജീവിതത്തിൽ എപ്പോൾ സംഭവിച്ചാണെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, തൃപ്തി ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെ ഒരിടത്തിരുന്ന് കുറച്ച് സമയത്തേക്ക് ഓർക്കുക എന്നുള്ളതാണ്. ഓർക്കുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഓർക്കണം, മനസാന്നിധ്യം കൊടുത്ത് ഓർക്കണം. ആ ഫ്രണ്ടിൽ നിന്ന് ഒരു സിനിമ കാണുന്നത് പോലെ ആ തുടക്കം മുതലിങ്ങനെ അതിനെ ചിന്തിച്ച് ഡയലോഗുകൾ, സീനുകൾ, ഫീലിങ്ങുകൾ, ആ സമയത്തുണ്ടായ ഫീലിങ്ങുകൾ, ഇതിനെല്ലാം ക്രമാനുക്രമമായിട്ട് മനസ്സിനകത്ത് ആ സംഭവം വീണ്ടും നടക്കുന്നത് പോലെ ഓർമ്മിച്ചെടുക്കുക. ആ സംഭവത്തെക്കുറിച്ച് എൻജോയ് ചെയ്യുക. ഒരുപക്ഷെ ആ സംഭവം നടന്ന സമയത്ത് അത് പോസിറ്റീവായിരിക്കും, പിന്നീട് ചിലപ്പോൾ അത് നെഗറ്റീവായി മാറിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന്
പ്രണയിച്ച് കല്യാണം കഴിച്ച ആരെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിയവരാണെങ്കിൽ, അപ്പോൾ പ്രണയിച്ച കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ വിഷമിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയൊന്നും അല്ലല്ലോ പ്രതീക്ഷിച്ചത് എന്നുള്ളതാണ്. ബട്ട് എന്നാലും ഒരു സത്യമുണ്ട്, പ്രണയിച്ച സമയത്ത് സന്തോഷിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കാലത്തെ സന്തോഷം പിൽക്കാലത്തെ ദുഃഖമായി മാറുന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സന്തോഷ സംഭവത്തെ ഇപ്പോഴുള്ള ദുഃഖവുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഗതകാല സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഗതകാല സന്തോഷങ്ങളെ അയവറക്കി ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. സന്തോഷിക്കുക, അതിന് വേണ്ടിയിട്ടാണത് കേട്ടോ, നൊമ്പരപ്പെടാനല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹം തോന്നിയ ഏതെങ്കിലും ഒരു മൊമെൻറ്റ് ഇരുന്ന് മനസ്സിനകത്തൊരു സിനിമ കാണുന്ന പോലെ കാണും. ഇതെന്തിനാണ്? മെമ്മറി ബാങ്കിൽ നിന്നും നെഗറ്റീവ്സിനെ തേടി കണ്ടുപിടിക്കുന്ന നമ്മുടെ ആ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ആ നെഗറ്റീവ് ബയാസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയ്ക്ക് ഓപ്പോസിറ്റ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ലതും നമുക്ക് ചകഞ്ഞെടുക്കാൻ പറ്റും, പക്ഷേ പൊതുവെ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളത്. ഇത് ഒരു ശീലമാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ബട്ട് ഇത് ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് മെമ്മറിയെ ഒന്ന് മനസ്സിരുത്തി എൻജോയ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് തിങ്ക് ചെയ്യുക. ഇതാണ് പ്രാക്ടീസ്. ഇതൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് അടുത്ത സെഷന് മുൻപായിട്ട് ചെയ്ത് തീർക്കേണ്ട മെഡിറ്റേഷൻ. ഇതൊരു മെഡിറ്റേഷനായിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്തോളൂ. ഇത് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഞാൻ തരാം. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, ഒരു സന്തോഷ സംഭവം നമ്മൾ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, നമ്മൾക്ക് സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു സാഹചര്യത്തെ കണ്ടാൽ നമ്മളത് സ്ഥിരപ്പെടുത്താൻ തോന്നും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് സ്ഥിരമുണ്ടെങ്കിൽ എന്ന് തോന്നും. സ്ഥിരം എന്ന സാധനം ജീവിതത്തിന് എഗെയിൻസ്റ്റാണ്. കാരണം ജീവിതം എന്നുള്ളത് സദാ മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മുടെ ജീവിതത്തിലെ മിക്ക ദുഃഖങ്ങളും നമ്മളൊന്ന് ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് സന്തോഷം തന്നതിനെ നമ്മൾ സ്ഥിരപ്പെടുത്താൻ നോക്കി നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ വിചാരിച്ചു അത് എന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സന്തോഷം ഉണ്ടാവുമെന്ന്. അതാണ് പിന്നീട് നമുക്ക് ദുഃഖമായി മാറിയിട്ടുണ്ടാവുക. അപ്പോൾ ജീവിതത്തെ നമ്മൾ ഒഴുകാൻ വിടാതെ നമ്മൾക്ക് കുറച്ച് ഫേവറായി തോന്നിയതിനെ നമ്മൾ പെർമനൻ്റ് ആക്കാൻ തോന്നുമ്പോൾ, ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് എവ്രിതിങ് പെർമനൻ്റ് ഇൻ ലൈഫ്, ഓർ ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് സംതിങ് പെർമനൻ്റ് ഇൻ ലൈഫ്, യു വിൽ എക്സ്പീരിയൻസ് പെർമനൻ്റ് സാഡ്നെസ് എന്നാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥിരമാക്കാൻ ശ്രമിച്ചാൽ സ്ഥിരമായി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിൽ എത്ര കാലം സ്ഥിരമായി ഇരിക്കുമോ അത്ര കാലം അത് സ്ഥിരമായി ഇരിക്കുവാൻ അനുവദിക്കുക. നമ്മളായിട്ട് അതിനെ സ്ഥിരമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ എന്തിനേലോ നിങ്ങൾക്ക് എന്നെന്നും വേണമെന്ന് തോന്നി അതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ, കുറച്ചൊക്കെ നിങ്ങളായി ഇനീഷ്യേറ്റ് ചെയ്യുന്ന വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ബാധ്യതയായിട്ട് അത് മാറുകയാണെങ്കിൽ നിങ്ങൾ കുറേ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളെ വേണ്ടാത്ത ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടായെന്ന് വിചാരിച്ചു, നിങ്ങളെ വേണ്ട ആൾക്ക്, പക്ഷെ നിങ്ങൾക്ക് അയാളെ വേണമെന്ന് തോന്നുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമായി മാറുകയാണ് ആ ആളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആൾക്ക് ഉത്തരവാദിത്തമില്ല. അപ്പോൾ നിങ്ങൾക്കത് ദുഃഖം സമ്മാനിക്കും. ഇത് ഒരു ശാശ്വത സത്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്താഗതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇത് ജനറലായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ. പെർമനൻറ്റ് എന്ന് പറയുന്ന ഒന്നിൻ്റെ മേലെ നമ്മൾ അമിതമായി പിടിവാശി പിടിക്കരുത്. ലൈഫ് ഈസ് നോട്ട് പെർമനൻറ്റ്. വി ആർ എക്സ്പെക്റ്റിംഗ് എവറിത്തിങ് പെർമനൻറ്റ് ഇൻ അവർ ടെമ്പററി ലൈഫ്. ദിസ് ഈസ് ദ കോസ് ഓഫ് സോറോ. നമുക്ക് എല്ലാത്തിനും ഗ്യാരണ്ടി വേണം, പെർമനൻസി വേണം. ഈ ലോകം പെർമനൻ്റ് അല്ല, ഈ ലോകം എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദുഃഖങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ.